നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 റയൽ മാഡ്രിഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ഈ രണ്ട് ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. അന്ന് ഇരുപാദങ്ങളിലുമായി 1-5 ഗോളുകൾക്ക് റയലിനെ പരാജയപ്പെടുത്താൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു. അതേക്കുറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് റയൽ മാഡ്രിഡ് അഭിമാനികളാണെന്നും കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് പ്രതികാരം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് റയലിനെ വേദനിപ്പിക്കാൻ വേണ്ടിയാണെന്നും പെപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ തവണ സംഭവിച്ചത് തന്നെ ഇത്തവണ സംഭവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. റയൽ മാഡ്രിഡിനെ തുടർച്ചയായി 2 തവണ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. തീർച്ചയായും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും അവർ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടാകും. മാത്രമല്ല അവർ പ്രതികാരം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ അഭിമാനികളാണ്. പക്ഷെ വെറുതെ മത്സരം നിയന്ത്രിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾക്ക് റയൽ മാഡ്രിഡിനെ വേദനിപ്പിക്കുക തന്നെ ചെയ്യണം. ഗോളുകൾ നേടിക്കൊണ്ട് അവർക്ക് പണി കൊടുക്കണം. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഈ മത്സരത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ നിരയിലെ സൂപ്പർ താരങ്ങളായ കെയ്ൽ വാക്കർ, അതുപോലെ തന്നെ നഥാൻ അക്കെ എന്നിവർ പരിക്ക് മൂലം പുറത്തായിട്ടുണ്ട്. മറ്റൊരു പ്രതിരോധ നിര താരമായ ജോസ്കോ ഗാർഡിയോളിന്റെ കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ചില പ്രതിസന്ധികൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ അലട്ടുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.